ജോലി എന്നൊക്കെ പറഞ്ഞാൽ എളുപ്പമെന്നാ വിചാരം. അവളിനി അതൊക്കെ പഠിച്ച് ഒരു ജോലിയൊക്കെ ആയി വരുമ്പോഴത്തേന് മൂക്കിൽ പല്ലു മുളകി. ഓ ഇനി ചായക്ക് ചായ, ചോറിന് ചോറ്, പിന്നെ നിലം തുടക്കല്, വീട് പണി, വിറക് വിട്ട്, എൻ്റെ അമ്മ ഇതെല്ലാം കൂടെ അമ്മ ചെയ്ത് വരുമ്പോഴേക്കും അമ്മയ്ക്ക് വയ്യാണ്ടാവും. ഇനി എങ്ങാനും കയ്യിന് വേദന, കാലിന് വേദന, മുട്ടുവേദന, തലവേദന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് നോക്കാൻ വയ്യ. ഞാൻ കൊണ്ടുപോലെ ആശുപത്രിക്കുന്നു. പിന്നെ ആരും കൊണ്ടുപോകും? നീ അല്ലാതെ. ഇത് വേണ്ടാന്നുള്ളതുകൊണ്ടാണ് ഞാൻ അവളെ പറഞ്ഞയക്കേണ്ടെന്ന് പറഞ്ഞത്. ഇനി അവളത് പഠിച്ചിട്ട് ഏത് കാലത്തും ജോലിയായിട്ട് വരാനാണ്? അമ്മ ഒറ്റ ആള് കാരനാണ് അവളെ പറഞ്ഞയച്ചത്. എടാ ഈ കാലത്ത് രണ്ടുപേർക്കും കൂടെ വരുമാനം ഉണ്ടെങ്കിൽ പിടിച്ചു പറ്റാൻ കഴിയുന്നില്ല. അപ്പൊ പിന്നെ അവളും കൂടെ പോയാൽ നമുക്ക് ഒരുവിധമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കൂടെ? എന്റെ അമ്മ, എന്റെ വരുമാനം കൊണ്ട് ജീവിക്കാനുള്ള ചെലവ് ഇപ്പൊ നമ്മുടെ കുടുംബത്തിനകത്തുള്ളൂ. അല്ലാതെ പിന്നെ അല്ല, ഒരു കൊച്ചും കൂടെ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാല് ചെലവ് കൂടും. ഒരു കൊച്ചിനെ ഒന്ന് പക്വതയാക്കി എടുക്കുന്നതിന് എന്തുമാത്രം ചെലവുണ്ടെന്നാ നീ വിചാരിക്കുന്നത്? അതൊക്കെ അപ്പോഴല്ലേ, വരുമ്പോഴല്ലേ അല്ലേ? അങ്ങനെയല്ല, നമ്മൾ ഇപ്പോഴേ അത് കരുതിക്കൊള്ളണം. അതുകൊണ്ട് അവളും കൂടെ ജോലിക്ക് പോട്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലടാ, അവള് എന്തൊരു കോഴ്സടാ? ഇലക്ട്രീഷ്യൻ കോഴ്സ് അല്ല, ബ്യൂട്ടീഷ്യൻ കോഴ്സ്. ബ്യൂട്ടീഷ്യൻ കോഴ്സ് എടാ, അതല്ലെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിൽ ഇരുന്നല്ലേ ഇതൊക്കെ നോക്കുന്നത്. ഇന്നത്തെ കാലത്തെ പെൺപിള്ളേർ ഈ സൗന്ദര്യത്തിൻ്റെ പുറകെ ഓടി നടക്കുകയാണ്. അങ്ങനെ ഒരു പരിപാടി തുടങ്ങിയാലേ ഇവിടെ പെൺപിള്ളേർ ദിവസവും വരും, ദിവസവും നമുക്ക് വരുമാനം ഉണ്ടാവും. പിന്നെ വല്ല കല്യാണം ഒരുക്കാൻ അങ്ങനെ ഉണ്ടാകാമെങ്കിൽ ഒരു ദിവസത്തെ കല്യാണം ഒരുക്കി 10-25,000 രൂപ കിട്ടുമെന്നാണ് പറയുന്നത്. അറിയാമോ? അമ്മയ്ക്ക് എന്താ പ്രാന്തുണ്ടോ? എന്ത് പ്രാന്താണ് അമ്മയ്ക്ക്? പൈസ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രാന്ത്. ഈ പ്രാന്ത് എടുത്തോണ്ട് മാത്രം കാര്യമില്ല, എടുക്കുന്ന പണിയും കൂടി നന്നാവണം. അത് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാവാത്ത എന്താണ്? നിന്റെ അച്ഛൻ്റെ സ്വഭാവം ഇതായിരുന്നു. ഞാനും കൂടെ ജോലിക്ക് വന്നിട്ട് ഒരു വിധത്തിൽ സമ്മതിക്കത്തില്ല. നിന്റെ അച്ഛൻ്റെ ഡർബാർ അനുസരിച്ചുള്ള ജീവിതമല്ലേ. ഞാൻ പിന്നെ പിടിച്ചു പറ്റി എങ്ങനെയെങ്കിലുമൊക്കെ മുമ്പോട്ട് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും കൂടെ ജോലിക്ക് വന്നു. ചെമ്മാലെ സമ്മതിക്കത്തില്ല. ഞാനിന്ന് ജോലിക്ക് വരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഏത് സ്ഥാനത്തിരിക്കുമെന്ന് നിനക്കറിയാമോ? ഓ പിന്നെ ഇനിയിപ്പോ ഭയങ്കര സ്ഥാനത്തായിരിക്കും. എന്റെ അമ്മയെ അന്ന് ജോലിക്ക് വിടാത്തത് എന്താ കാരണം? അതാലോചിച്ചിട്ടുണ്ടോ? കുടുംബത്തിന്റെ മാനം. നമ്മുടെ തറവാട്ടിൽ ഒരു പെണ്ണ് ജോലിക്ക് പോയിട്ട് കൊണ്ടുവരുന്ന വരുമാനം വേണ്ടെന്ന് അച്ഛൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാ പറഞ്ഞേക്കാൻ. ഇന്നത്തെ കാലം അതല്ല. രണ്ടുപേരും കൂടെ കൊണ്ടുവന്നാലും തികയത്തില്ല. അതുകൊണ്ടാണ് അവള് പോട്ടെന്ന് ഞാൻ പറഞ്ഞത്. അന്ന് അച്ഛൻ ജോലിക്ക് പോകാൻ സമ്മതിക്കാത്തത് കൊണ്ട് ഇപ്പം സുഖമായിട്ട് കഴിയുന്നുണ്ട്. നല്ല അന്തസ്സിൽ ഇപ്പൊ കഴിയണത്, ഒരു കുഴപ്പമില്ലല്ലോ. പിന്നെ നിനക്ക് കിട്ടുന്നത് മുഴുവനും മരുന്ന് വാങ്ങിക്കാൻ കഴിയുന്നില്ലല്ലോ. പിന്നെ അല്ലേ? വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ, സമ്മതിക്കില്ലേ നിങ്ങൾ? സത്യം ഞാൻ പറയാല്ലേ, നിനക്കൊരു ജോലി കിട്ടിയിട്ടായിരുന്നെങ്കിൽ ഈ പെണ്ണിനെ കെട്ടാൻ ഞാൻ സമ്മതിക്കത്തില്ലായിരുന്നു തന്നെയാണ്. ഒരു സർക്കാർ ജോലി കാലിക്കൊണ്ട് ഞാൻ നിന്നെ കെട്ടിക്കത്തുള്ളായിരുന്നു. ഉള്ള കാര്യം ഇതൊന്നല്ല അന്ന് പറഞ്ഞത്. അന്ന് പെണ്ണ് കാണാൻ പോയപ്പോ എന്താ പറഞ്ഞത്? മോളെ നീ എന്റെ മരുമകളല്ല, മകളാണ് എന്നുകൊണ്ട് കെട്ടിപ്പിടിച്ചോണ്ടിരിക്കല്ലായിരുന്നു. ഇങ്ങോട്ട് വേണ്ടേ കൊണ്ടുവരാനുള്ളത്? ഈ വീട്ടിൽ കൊണ്ടുവന്നിട്ട് പിന്നെ കിടന്ന് അടി കൂടണോ? അവളെ എങ്ങനെയെങ്കിലും കല്യാണം കഴിച്ചുകൊണ്ട് വരാൻ എന്നെ കൊണ്ടൊരു പെണ്ണ് കെട്ടിക്കണം. ഇതൊക്കെയായിരുന്നു എൻ്റെ ഉദ്ദേശം. പിന്നെ ഇവിടെ വന്ന് കിടന്ന് എനിക്ക് പിടിച്ചു വെക്കണ്ടേ തട്ടിയും മുട്ടിയും അങ്ങോട്ട്. അതെ, ഞാനൊരു കാര്യം പറയാം. ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ തമ്മിൽ അങ്ങ് തീർത്തോളണം. എന്നെ അതിലേക്ക് വലിച്ചിഴക്കരുത്, എന്നെ അതിന് കിട്ടില്ല. നീ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവത്തില്ല. നീ ഇടങ്കോലി വയ്ക്കാതിരുന്നാ മതി. നീ ഒന്ന് മുമ്പോട്ട് മര്യാദയ്ക്ക് അങ്ങോട്ട് പോയേച്ചാ മതി. ഞങ്ങളൊരു എങ്ങനെയെങ്കിലും ഒക്കെ തട്ടി മുട്ടി അങ്ങ് പോയിക്കോളാം. മതിയല്ലോ. പിന്നെ ഞാൻ ഇടങ്കോലിട്ടിട്ടല്ലേ ഇപ്പൊ ഇവിടെ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാവും. അല്ല, എന്റെ സ്വഭാവം ഒരിച്ചിരി അതൊക്കെ തന്നെയാണ്. ഞാൻ ഉള്ള കാര്യം പറയാലോ. ഞാനെന്തോ ഇങ്ങനെ കാണിച്ചെന്ന് പറയാ. അല്ല, നീ 7 വടക്കത്തില്ലല്ലോ ഞങ്ങൾ ഓരോ കാര്യം പറയുമ്പോ. അതാ ഇവിടെ അലച്ചണ്ട ഉണ്ടാവുന്നത്. അത് കുഴപ്പങ്ങൾ ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അവള് ജോലിക്ക് പോയാൽ ഉടനെ അങ്ങ് കുഴപ്പങ്ങൾ ഉണ്ടാവും. നീ നിന്റെ കാര്യം നോക്കുക, ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കാൻ പഠിക്കുക. എന്തായാലും അവള് പോയി പഠിച്ചിട്ടൊക്കെ വരട്ടെ. ഉള്ള കാര്യങ്ങളെ കൂടെ ഞാനും ഇവിടെ ഒരുവിധമൊക്കെ നടത്തിക്കൊണ്ട് പോക്കോളാം. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി വരുമ്പോ അല്ല, ഞാൻ ചോദിക്കട്ടെ, എന്റെ ഈ വരുമാനം കൊണ്ട് നിങ്ങൾ എത്ര കാലം ജീവിക്കും? എന്റെ കാലം കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ജീവിക്കുമെന്നാണ് നിങ്ങളുടെ ഉദ്ദേശം? ഒരു കൊച്ചും കൂടെ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനെയാണോ ചെലവ്? എന്റെ അമ്മ, ഇതൊക്കെ എല്ലാ തള്ളമാരും പറയണതാണ്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾ എങ്ങനെ ജീവിക്കും ഇതിലൊന്നും ഒരു കാര്യമില്ല. കുറെ കാലം കഴിഞ്ഞാൽ എല്ലാവരും മരിക്കും. എടാ, എന്നാലും ഒരു അമ്മയുടെ ആഗ്രഹമാണത്. അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് എന്തെങ്കിലും കൂടെ വരുമാനം ഉണ്ടെങ്കിൽ സുഖമായിട്ട് പോലെ എനിക്ക് സന്തോഷത്തോടെ കണ്ണടക്കാമല്ലോ. ആയിക്കോട്ടെ. എന്നെ വഴിക്കാൻ വിട്ടാൽ മതി. അമ്മോ വല്ലതും പറഞ്ഞാലാണ് കുഴപ്പം. താലൂക്ക് സമ്മേളനത്തിന് 300 പേരെ കൊണ്ടുപോകണം. 300 പേര്. ജില്ലയിലേക്ക് 150, മൊത്തം 300, 450. ഹ്യൂമരെല്ലാം കൂടെ സമയത്ത് വന്നാ മതിയായിരുന്നു. എന്താണ് പുതിയ എന്താണേ കളിക്കാതെ എന്തേലും ഉണ്ടെങ്കിൽ പറ. ഞാനേ ഒരു കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുക. മീറ്റിങ്ങിനുള്ള ആൾക്കാരെ ഒപ്പിക്കട്ടെ. കണ്ടുപിടിക്കണം. ഞാനിനി അവനെ പോലെ പോസ്റ്റ് കയറുന്നത് പഠിക്കാത്തതിൻ്റെ കുറവേ ഉള്ളൂ. പാർട്ടിയിലെ എനിക്ക് നല്ലൊരു വിലയും നിലയുണ്ട്.
ക്ലീറ്റ എന്തറിഞ്ഞിട്ടാ കനകൻ അവളെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാൻ വേണ്ടി വിട്ടു. ഇനി അവർക്ക് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാവും, നോക്കിയിരുന്നോ. എന്തോ പഠിക്കാൻ? ബ്യൂട്ടീഷ്യൻ കോഴ്സ്. ആ നന്നായി, പഠിക്കാൻ പറ്റിയ കോഴ്സാണ്. പത്രത്തിലാണേലേ ഈ ബ്യൂട്ടി പാർലറിന് സംബന്ധമായിട്ട് വാണിഭത്തിൻ്റെ ഒരു കോളം തന്നെയുണ്ട്. പിന്നെ വല്ല ഐസ്ക്രീം കേസും കൂടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുടുംബത്തിൽ നല്ല പേരുമായിരിക്കും, ഫോട്ടോയും കൂടെ വരും, പ്രശസ്തിയും കിട്ടും. നല്ല കോഴ്സാണ്, പഠിക്കട്ടെ. ക്ലീറ്റോനെ മുട്ടൻ അസൂയ. അത് എന്നിട്ട് നോണയും പറഞ്ഞു ഈ പേരും പറഞ്ഞിട്ട് എന്നെ എന്നിട്ട് വിടാത്തതല്ലേ ക്ലീറ്റോ പുറത്തെങ്ങും. എടി അവള് പഠിക്കാൻ പോണേന് എനിക്കെന്തോ അസൂയ. മാത്രമല്ല നീ എന്താ നിന്നെ പറ്റി വിചാരിച്ചിരിക്കണേ, നിനക്കറിയാവോ? വേണ്ട തങ്കം, ഈ നമ്മുടെ ഇവിടെ ഉള്ള ഈ പഞ്ചായത്തിൽ നീ ഒരു ഗാർമെന്റ്സിന്റെ ഉടമയാണ്. ഗാർമെന്റ്സ്. അതെപ്പോ തുടങ്ങി ഗാർമെന്റ്സ്? ഓ നിനക്ക് ഈ പറഞ്ഞ മാതിരി ഗാർമെന്റ്സ്. എടി തയ്ക്കുന്നില്ലേ, തയ്ക്കുന്നേ സ്റ്റിച്ചിങ്, ഇത് തയ്ച്ചൊക്കെ കൊടുക്കുന്നതിന് ഗാർമെന്റ്സ് എന്നാണ് പറയുന്നത്. പുതിയ ബിസിനസ്, അതിന്റെ വാക്കൊന്ന് മാറ്റിയെന്നുള്ളേ. പഴയ തയ്യൽ പിന്നെ സ്റ്റിച്ചിങ് ആയി, ഇപ്പൊ ഗാർമെന്റ്സ് ആയി. നിങ്ങളുടെ ഈ പൊട്ട ഷർട്ട് കീറി നൈറ്റ് തയ്ക്കലാണ് എന്റെ പ്രധാന പണി. അതാണ് വലിയ ബിസിനസ്, എനിക്കൊന്നും വേണ്ട. വേണ്ട. നമ്മുടെ നടരാജന്റെ ഭാര്യ എന്നാൾ എന്നോട് പറയുകയാണ്, ക്ലീറ്റോ ചേട്ടാ നിങ്ങളുടെ ഭാര്യ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ഇത് തയ്ക്കാൻ വേണ്ടി ജനിച്ചതാന്ന്. അവർക്ക് റെഡിമെയ്ഡ് ഇട്ടാൽ പോലും ഇത്രയും പാകം കിട്ടില്ല എന്നാ പറയണത്. നീ തയ്ച്ചു കൊടുക്കണം. ഓ എനിക്ക് ഇഷ്ടമല്ല പെണ്ണുപിള്ളേനെ. നീ ഇഷ്ടപ്പെടാൻ ഇനിയിപ്പോ കല്യാണം ഒന്നും കഴിക്കണില്ലല്ലോ. എന്ത് എനിക്കൊരു ബിസിനസ് തുടങ്ങണം. അതെങ്ങനെ ശരിയാവും? നീയേ അംഗൻവാടി ടീച്ചറിന്റെ ഇന്റർവ്യൂവിന് പോവാൻ നിൽക്കുക. ഓ എനിക്കൊന്നും വേണ്ട ഇന്റർവ്യൂ. തങ്ങ തമാശ കളിക്കരുത്. ഞാൻ പോവില്ല. ഞാൻ എൻ്റെ പാർട്ടിയിലെ ആരുടെയൊക്കെ കാല് പിടിച്ചിട്ടാണ് അറിയാമോ ആ ഒരു വേക്കൻസി റെഡിയാക്കി വെച്ചേക്കണേ. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ജോലി ഉറപ്പാ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നിന്റെ നാത്തൂനുണ്ടല്ലോ ആ പോത്ത്, എത്രയോ ടെസ്റ്റ് എഴുതി, നമുക്ക് ഇന്നേ വരെ എന്തെങ്കിലും ഒരു സംഭവം റെഡിയായ. ഇത് പദവി ഇത്തിരി കുറഞ്ഞതാണെങ്കിലും നീ സർക്കാർ ഉദ്യോഗസ്ഥയാണ്. ഓ കാര്യമായിപ്പോയി. അയ്യോ ആരാ ആരാ മനസ്സിലായില്ല. മനസ്സിലായില്ലേ? ഇല്ല, ഇപ്പോഴും മനസ്സിലായില്ല. ഒട്ടും മനസ്സിലായില്ല? ഇല്ലാന്നേ. ഞാനാ ഏട്ടന്റെ ഭാര്യ. ഏതേട്ടന്റെ? തമാശ കളിക്കില്ല കേട്ടോ. ജമന്തി ആന്ന്. ഏത് ജമന്തി? എനിക്ക് മനസ്സിലായില്ലാന്ന്. നല്ല രസമില്ലേ? അമ്മേ അമ്മേ, ആരോ എന്റെ ഭാര്യ എന്ന് പറഞ്ഞു വന്നിരിക്കുന്നത്. ആരത്? എന്തായാലും ഈ നാട്ടുകാരിയല്ല. കളിയാക്കുന്നതാണ്. ഇതെന്തൊരു കോലോടി. നല്ലല്ലേ? ഓ പിന്നെ നല്ലതൊക്കെ ഒരു വല്ലാത്ത കോലായി പോയ മോളെ, നമ്മുടെ സംസ്കാരത്തിന് പറ്റിയതല്ല ഇത്. അയ്യേ മോശം മോശം. എന്ത് മോശം? അമ്മേ ഇതേ ഞങ്ങളുടെ ബ്യൂട്ടീഷ്യൻ പഠിപ്പിക്കുന്ന ചേച്ചിയില്ലേ, അവര് പറഞ്ഞത് ഇതിന് മേക്ക് ഓവർ എന്നാ. അതെ, നിനക്ക് ഈയിടെ കുറച്ച് ഓവറാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും. അത് കുറച്ചോ ഇത്ര ഒന്നല്ല കേട്ടാ. അമ്മേ എന്താ അമ്മ ഏട്ടൻ ഇങ്ങനെ പറയണേ? ഏട്ടാ ഈ ബ്യൂട്ടീഷ്യൻ പഠിക്കാൻ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഇതുപോലെ നല്ല മോഡേൺ ആയിട്ട് നടക്കണം. അല്ലാതെ ഞാൻ ചുമ്മാ സാരി കൊടുത്ത് അവിടെ പോയിരുന്നാലുണ്ടല്ലോ ആരും വില തരൂലെന്ന്. നീ സാരി കൊടുത്തോണ്ടല്ലേ പോയത്? ഏട്ടാ അതാ പറഞ്ഞേ, അവിടെ ആകെ പൊട്ട സാരി എടുത്തോണ്ട് ഇത് ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് ആകെ നാണക്കേടായി പോയി. ഇതെങ്ങനെ ഉണ്ടാക്കിയത്? ഇത് എവിടെന്ന്? ഇത് ഞാൻ അവിടുന്ന് മേടിച്ചു. വല്ല കാര്യമുണ്ടാ? എന്റെ ദൈവമേ, എന്റെ പൈസ മുഴുവൻ ഇങ്ങനെ കൊണ്ടുപോയി കളയും. മാറ്റി വന്നേ നീ പോയിട്ട്. പൈസ കിട്ടുന്നതൊന്നുമല്ല. ഇത് നമ്മുടെ സംസ്കാരത്തിന് പറ്റിയതല്ല. ബ്യൂട്ടി പാർലറും ബ്യൂട്ടി പാർലറും ഒക്കെ നടത്തിക്കോ. ഇങ്ങോട്ട് വന്നേ. നീ അത് പോയി മാറ്റി വന്ന്. ഞാൻ അമ്മയുടെ ഒരു കാര്യം പറയട്ടെ, കേക്കാം. അമ്മേ ഈ ബ്യൂട്ടീഷ്യൻ കോഴ്സ് കഴിഞ്ഞുണ്ടല്ലോ ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കാം. ഇപ്പൊ തന്നെ ഓരോ കല്യാണത്തിന് ഓരോരുത്തര് ബ്യൂട്ടീഷ്യന് എത്ര രൂപ കൊടുക്കണെന്ന് അറിയാമോ? അതൊക്കെ നല്ലത് തന്നെ. എന്നാലും ഈ കോലം നമ്മുടെ കുടുംബത്തിന് പറ്റിയതല്ല, അത്രേ ഞാൻ പറഞ്ഞോളൂ. അയ്യോ, ഈ മലയാളമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പൊ അമ്മ എന്താ പറഞ്ഞത്? കുടുംബത്തിലെ പെണ്ണുങ്ങളെ വീട്ടിനകത്ത് ഇങ്ങനെ തളച്ചിടാൻ പാടില്ല, അവരെ ജോലിക്ക് പറഞ്ഞേക്കണം. അല്ല പണിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഈ കോലം വേണ്ടെന്നേ ഞാൻ പറഞ്ഞോളൂ. ഏട്ടനൊന്നും മിണ്ടാതിരുന്നേ, അവിടെ ഒന്നും മിണ്ടാതിരിക്കേ. എന്താണ്? ഞാൻ ബ്യൂട്ടീഷ്യൻ ഒക്കെ പാസ്സായി കഴിഞ്ഞ നമുക്കൊരു ബോർഡ് വെക്കണം, ബ്യൂട്ടീഷ്യൻ ജമന്തി. എങ്ങനെയുണ്ട്? അത് കൊള്ളാം. റോട്ടരിയിൽ വെക്കണം, 10 ആള് കൂടും.
യവനെ കൊണ്ടോ തങ്കത്തിനെ കൊണ്ടോ അത് കഴിഞ്ഞില്ല. നീ ആയിട്ടെങ്കിലും സംഘടിപ്പിച്ചല്ലോ, എനിക്ക് അതിന് സന്തോഷം തന്നെയുള്ളത്. ഒരു ബോർഡ് വെക്കുന്ന അമ്മയ്ക്ക് അത്ര വലിയ സന്തോഷമാണെങ്കിൽ ഞാനൊരു ബോർഡ് വെക്കാം. എന്ത് ബോർഡ്? കനകൻ ലൈൻമാൻ KSEB എന്ന് പറഞ്ഞിട്ട്. എന്ത്? ഓ ഏട്ടാ അവിടുന്ന് ചുമ്മാ അമ്മേ. പിന്നെ അമ്മേ, നമ്മുടെ ബ്യൂട്ടി പാർലറിന് ഒരു പേര് വേണ്ടേ? ഒരു പേര് വേണം. എന്ത് പേരിടും? എന്ത്? അമ്മയുടെ പേര് മതി. മതിയാ? അമ്മയുടെ പേര് വേണ്ട. വേണം. അമ്മയുടെ പേരായ പുതിയ പെണ്ണുങ്ങളൊന്നും വരില്ല, ആകെ ചുക്കിച്ചുളഞ്ഞ തള്ളാരെ വരുവാ. മതിയാ? ഓ ഏട്ടാ, നല്ല സ്റ്റൈലായിട്ട് നമുക്ക് എഴുതാം, രത്നമ്മ മെമ്മോറിയൽ ബ്യൂട്ടി പാർലർ. മെമ്മോറിയൽ? എടീ, മരിച്ചുപോയ ആളുകളുടെ മെമ്മോറിയൽ എന്നൊക്കെ വെക്കുക. ഓൾറെഡി നിനക്കെന്നെ തെക്കോട്ട് കെട്ടിയെടുക്കണമെന്നാണ് വിചാരം. അമ്മ അതല്ല, ഇങ്ങനെ ഈ ബോർഡിലൊക്കെ സ്റ്റൈലായിട്ട് എഴുതണ കണ്ട് അറിയാതെ പറഞ്ഞതാ. എന്നാ പിന്നെ ഞാനൊരു പേര് പറയാം. ഹവിൽദാർ വീരഭദ്രൻ പിള്ള മെമ്മോറിയൽ ബ്യൂട്ടി പാർലർ. ബ്യൂട്ടി പാർലർ. വേണ്ട വേണ്ട വേണ്ട. അയ്യോ, ബ്യൂട്ടി പാർലർ വരുന്നവര് പേടിച്ച് തിരിച്ച് അങ്ങോട്ട് ഓടിക്കളയും. അതിനുവേണ്ടി ആ പേരിടുന്നത്. അല്ല, നമുക്കൊരു കാര്യം ചെയ്യാം. ഈ കുടുംബത്തിലെ കൊച്ചു കുഞ്ഞല്ലേ അവള്, തക്കിളി, അവളെ പേരിടാം. അവളെ പേരിടുന്നത് കൊള്ളാം. ക്ലീറ്റസ് പിന്നെ മാസം മാസം അതിന്റെ വീതം ചോദിക്കാൻ വേണ്ടി വരും. ശരിയാ, വേണ്ട വേണ്ട വേണ്ട. അമ്മയുടെ പേര് മതി, എനിക്ക് അതാ ഇഷ്ടം. എന്നാ മതി, പോരേടാ. മതി. എന്നാ രണ്ടുപേരും വേഗം ചെന്ന് മുഖം കഴിയിടുവാ. അയ്യോ, അതിന് വിളക്കെത്തിക്കാൻ സമയമായില്ലല്ലോ. വിളക്കെത്തിക്കാനല്ല, ഞാൻ അവിടുന്ന് കൊറേ കാര്യങ്ങൾ ഇന്ന് പഠിച്ചിട്ടില്ലേ, അതൊക്കെ എനിക്കൊന്ന് പ്രാക്ടീസ് ചെയ്യണം. ഇന്ന് മുതൽ നിങ്ങൾ രണ്ടുപേരും എന്റെ പരീക്ഷണ വസ്തുക്കളാണ്.